Angels, anytime needed guidance in emergency life support. We invite you to this educational film on healthcare. Angels come flying with a mission to save us from the trauma which we are trapped in. This angel may be you, me, or anyone among us. മനുഷ്യരെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ ജന്തുജന്യ രോഗമാണ് റാബിസ് അഥവാ പേവിഷബാധ. ഈ അടുത്ത കാലത്ത് ഒരു ഹോമിയോ ഡോക്ടർ സ്വന്തം പെറ്റ് ഡോഗിൽ നിന്ന് പേവിഷബാധയേറ്റ് മരണമടഞ്ഞ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ അസുഖം ബാധിച്ചാൽ മരണം 100% ഉറപ്പാണ്. എന്നാൽ മനസ്സിലാക്കുക, 100% പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊണ്ട് രക്ഷപ്പെടുത്താവുന്ന അസുഖവുമാണിത്. പേവിഷബാധയ്ക്ക് പ്രതിരോധ ചികിത്സ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. റാബീസ് വൈറസാണ് പേവിഷബാധ ഉണ്ടാക്കുന്നത്. പേവിഷം നാഡീവ്യൂഹത്തെ ബാധിക്കുന്നു. ഉഷ്ണരക്തമുള്ള എല്ലാ ജന്തുക്കളിലൂടെയും രോഗം പടരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നായ, പൂച്ച, വവ്വാൽ, കന്നുകാലികൾ, കീരി, കുറുക്കൻ, കുരങ്ങൻ, ആട്, പന്നി, കഴുത. എന്നാൽ 99% രോഗബാധയും നായയിലൂടെ സംഭവിക്കുന്നു. റാബിസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 1 മാസം മുതൽ 3 മാസം വരെയാണ്. അതായത് പേവിഷബാധയുള്ള ഒരു മൃഗം കടിച്ചാൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ 1 മാസം മുതൽ 3 മാസം വരെ എടുത്തേക്കാം. മുറിവിനും മസ്തിഷ്കത്തിനും ഇടയ്ക്കുള്ള ദൂരമനുസരിച്ചായിരിക്കും മരണം സംഭവിക്കുക. ഉദാഹരണം, കാലിലാണ് കടിയേൽക്കുന്നതെങ്കിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാനും മരണം സംഭവിക്കാനും സമയം കൂടുതലെടുത്തേക്കാം. എന്നാൽ നായയുടെ കടി കയ്യിലോ മുഖത്തോ ആണ് സംഭവിക്കുന്നതെങ്കിൽ വേഗത്തിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. രോഗലക്ഷണങ്ങൾ 3 ഘട്ടങ്ങളിലായി കാണുന്നു. 1-ാം ഘട്ടത്തിൽ കടിച്ച ഭാഗത്ത് ചൊറിച്ചിലും വേദന അനുഭവപ്പെടാം. പനിയും തലവേദനയും ഉണ്ടാകാം. 2-ാം ഘട്ടത്തിൽ രോഗിക്ക് ഭയം, ഉത്കണ്ഠ എന്നിവ കാണുന്നു. 3-ാം ഘട്ടത്തിൽ രോഗിക്ക് ഹൈഡ്രോഫോബിയ, അതായത് വെള്ളം കണ്ടാൽ പേടി, ശ്വാസമുട്ടൽ, തളർച്ച എന്നിവ അനുഭവപ്പെടുന്നു. കോമ സ്റ്റേജിലേക്ക് പോവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. റാബിസ് ഉള്ള മൃഗങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? അവ വെളിച്ചം കണ്ടാൽ ഭയപ്പെടുന്നു, ഇരുട്ടത്ത് ഒളിച്ചിരിക്കാനായി ശ്രമിക്കുന്നു, കാരണം കൂടാതെ മറ്റു മൃഗങ്ങളെയും മനുഷ്യരെയും ആക്രമിക്കുന്നു. റാബിസ് വരാതിരിക്കാൻ എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ? അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുക. വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്കും തെരുവ് നായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകിയിരിക്കണം. പരിചയമില്ലാത്ത മൃഗങ്ങളെ സ്നേഹിക്കാനോ പരിലാളിക്കാനോ ഉപദ്രവിക്കാനോ ശ്രമിക്കരുത്. എങ്ങനെയാണ് പേവിഷബാധ പകരുന്നത്? 1-ാമതായി, വിഷബാധയേറ്റ മൃഗങ്ങൾ കടിച്ചാൽ രോഗം പകരുന്നു. 2-ാമതായി, നമ്മുടെ ശരീരത്തിലെ മുറിവുകളിൽ മൃഗത്തിൻ്റെ ഉമിനീര് പൊരുളുകയാണെങ്കിൽ രോഗം പടരുന്നു. 3-ാമതായി, മൃഗത്തിൻ്റെ ഉമിനീര് നമ്മുടെ കണ്ണിലോ വായിലോ മൂക്കിലോ പതിക്കുകയാണെങ്കിൽ രോഗം പകരുന്നു. മൃഗങ്ങളിൽ ഏത് പ്രായത്തിലാണ് പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടത്? മൃഗങ്ങൾ ജനിച്ച് 3-ാം മാസവും 9-ാം മാസവും വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. തുടർന്ന് എല്ലാ വർഷവും ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടതാകുന്നു. ഡോഗ് ബൈറ്റ് കാറ്റഗറീസ്.
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡോഗ് ബൈറ്റിനെ 3 കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു. ചികിത്സാരീതിയും 3ആയി തരംതിരിച്ചിരിക്കുന്നു. കാറ്റഗറി 1: രോഗബാധ സംശയിക്കുന്ന നായ തൊടുകയോ പൊട്ടലില്ലാത്ത തൊലിയിൽ നക്കുകയോ ചെയ്യുന്നു. എന്താണ് ചികിത്സ? ടാപ്പ് വാട്ടർ തുറന്ന് ഒഴുകുന്ന വെള്ളത്തിൽ 15 മിനിറ്റ് നേരം സോപ്പ് തേച്ച് കഴുകണം. കാറ്റഗറി 2: അതായത് കടിയേറ്റ ഭാഗത്ത് തൊലി പോകുന്നു, എന്നാൽ ചോര പൊടിയുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചെറിയ മുറിവുകളിൽ നായയുടെ ഉമിനീര് പറ്റുന്നു. എന്താണ് ചികിത്സ? കടിയേറ്റ ഭാഗം 15 മിനിറ്റ് സോപ്പ് കൊണ്ട് കഴുകണം. ആൻറ്റി റാബീസ് വാക്സിനേഷൻ എടുക്കണം. അതോടൊപ്പം TT വാക്സിനേഷനും എടുത്തിരിക്കണം. കാറ്റഗറി 3: കടിയേറ്റ ഭാഗത്തു നിന്നും ചോര പൊടിയുന്നു, അല്ലെങ്കിൽ വലിയ മുറിവുണ്ടാകുന്നു. എന്താണ് ചികിത്സ? കടിയേറ്റ ഭാഗം മേൽപ്പറഞ്ഞ രീതിയിൽ നല്ലവണ്ണം കഴുകണം. ആൻറ്റി റാബീസ് വാക്സിനേഷൻ എടുക്കണം. ആൻറ്റി റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കണം. TT വാക്സിനേഷനും എടുക്കണം. എങ്ങനെയാണ് ആൻറ്റി റാബീസ് വാക്സിനേഷൻ എടുക്കേണ്ടത്? ഡെൽറ്റോയിഡ് മസിലിൽ അഥവാ തോളിലാണ് വാക്സിനേഷൻ എടുക്കുക. കുഞ്ഞുങ്ങളിലാണെങ്കിൽ വാക്സിനേഷൻ തുടയിൽ എടുക്കുന്നു. 0, 3, 7, 28 എന്നീ ദിവസങ്ങളിലാണ് വാക്സിനേഷൻ എടുക്കുക. 0 നായ കടിച്ച ദിവസം, 3, 7, 28 എന്നീ ദിവസങ്ങളിൽ തുടർന്നെടുക്കുക. നായ കടിച്ച് എത്രയും വേഗം തന്നെ ഷെഡ്യൂൾ ആരംഭിക്കേണ്ടതാകുന്നു. ആരൊക്കെയാണ് ആൻറ്റി റാബീസ് വാക്സിനേഷൻ എടുക്കേണ്ടത്? മുതിർന്നവർ, കുട്ടികൾ, നവജാത ശിശുക്കൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഗുരുതരമായ അസുഖം ബാധിച്ചവർ, ഇങ്ങനെ ആർക്ക് നായയുടെ കടിയേറ്റാലും നിർബന്ധമായും വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. ഒരിക്കൽ ഫുൾ കോഴ്സ് വാക്സിനേഷൻ എടുത്തവർ വീണ്ടും കടിയേറ്റാൽ ഒരിക്കൽ കൂടി വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? 3 മാസത്തിനുള്ളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ വീണ്ടും വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 3 മാസത്തിന് ശേഷമാണ് കടിയേൽക്കുന്നതെങ്കിൽ 2 ഡോസ് വാക്സിനേഷൻ എടുക്കണം. 0, 3 ദിവസങ്ങളിൽ. മുറിവ് എത്ര തീവ്രമാണെങ്കിലും ഇമ്മ്യൂണോഗ്ലോബുലിൻ വീണ്ടും ആവശ്യമില്ല. പൂർണ്ണമായും വാക്സിനേഷൻ എടുത്ത നായിൽ നിന്നാണ് കടിയേറ്റതെങ്കിലും കടിയേറ്റയാൾ തീർച്ചയായും വാക്സിനേഷൻ എടുക്കേണ്ടതാവുന്നു. മൃഗങ്ങളുമായി അടുത്ത് ഇടപെടുന്നവർ, അതായത് മൃഗാശുപത്രി ജീവനക്കാർ, മൃഗശാല ജീവനക്കാർ, വനം വകുപ്പ് ജീവനക്കാർ, പെറ്റ് ഷോപ്പ് ജീവനക്കാർ, ഇവരെയെല്ലാം ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് നായയുടെ കടി ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഷെഡ്യൂൾ വാക്സിനേഷൻ എടുക്കേണ്ടതാകുന്നു. 0, 7, 28 ദിവസങ്ങളിൽ എടുക്കേണ്ടതാണ്. വീണ്ടും മൃഗത്തിൻ്റെ കടി ഏൽക്കുകയാണെങ്കിൽ 2 ഡോസ് വാക്സിനേഷൻ മാത്രം മതിയാകും. 0, 3 ദിവസങ്ങളിൽ. ആൻറ്റി റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ 1 ഡോസേ ആവശ്യമുള്ളൂ. ആദ്യത്തെ 7 ദിവസം വരെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കാൻ സാധിക്കും. പക്ഷേ നായ കടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ 100% റാബീസ് തടയാൻ സാധിക്കുന്നു. മോഹാലസ്യം അഥവാ ബോധക്ഷയം അഥവാ സിങ്കോപ്പ് എന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇത്തവണ നമ്മൾ പരിശോധിക്കുന്നത്. മോഹാലസ്യം അഥവാ ബോധക്ഷയം എന്തുകൊണ്ടുണ്ടാകുന്നു? അതിനുള്ള പ്രാഥമിക പരിചരണം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. തലച്ചോറിലെ കോശങ്ങളിലെ രക്തയോട്ടം താൽക്കാലികമായി കുറയുകയും ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ബോധക്ഷയം അഥവാ മോഹാലസ്യം അഥവാ സിങ്കോപ്പ് എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ബോധക്ഷയം ഉണ്ടാകാം. ഓരോ പ്രായത്തിലും വ്യത്യസ്ത കാരണങ്ങളാൽ ഇത് സംഭവിക്കുന്നു. ഏറ്റവും സാധാരണയായി കാണുന്നത് വാസോവാഗൽ സിങ്കോപ്പാണ്. ഉദാഹരണമായി ചോര കാണുമ്പോഴോ, അധികം നേരം ക്യൂവിൽ നിൽക്കുമ്പോഴോ, അസംബ്ലിയിൽ നിൽക്കുമ്പോഴോ ഉണ്ടാകുന്ന ബോധക്ഷയം. ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന ബോധക്ഷയത്തിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. രണ്ടാമതായി ഓർത്തോസ്റ്റാറ്റിക് സിങ്കോപ്പ്. ഉദാഹരണത്തിന് രാത്രി ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് കാരണമോ, ആൽഫ ബ്ലോക്കേഴ്സ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്നത് കാരണമോ, ശരീരത്തിൽ ജലാംശം കുറയുന്നത് കാരണമോ ഉണ്ടാകുന്ന ബോധക്ഷയം. പ്രായമായ ആളുകളിൽ ഇത് കൂടുതലായി കാണുന്നു. ഏറ്റവും സൂക്ഷിക്കേണ്ടത് കാർഡിയക് സിങ്കോപ്പാണ്. വയസ്സായ ആളുകളിൽ ഇത് കൂടുതലായി കാണുന്നു. ഹൃദയത്തിൻ്റെ താളം തെറ്റുള്ള ഇടിപ്പ് കൊണ്ടോ, ഹൃദയത്തിൻ്റെ പേശികൾക്ക് വരുന്ന അസുഖം കൊണ്ടോ, ഹൃദയത്തിൻ്റെ വാൽവുകൾക്ക് വരുന്ന അസുഖം കൊണ്ടോ ഈ ബോധക്ഷയം സംഭവിക്കുന്നു. ബോധക്ഷയം വന്നാൽ എന്ത് ചെയ്യണം? ആദ്യമായി സീൻ സേഫ്റ്റി. രോഗിയെ സുരക്ഷിതമായ സ്ഥലത്ത് കിടത്തുക. ശ്വാസോച്ഛ്വാസം ഉണ്ടോ എന്ന് നോക്കുക. കാർഡിയക് അറസ്റ്റ് അല്ലാന്ന് ഉറപ്പുവരുത്തുക. കാലുകൾ രണ്ടും ഉയർത്തി വയ്ക്കുക. ഇറുകിക്കിടക്കുന്ന വസ്ത്രം ലൂസാക്കുക. അബോധാവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. സാധാരണയായി ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം നീണ്ടു നിൽക്കുന്നതാണ് സിങ്കോപ്പ്. എന്നാൽ മിനിറ്റുകൾ കഴിഞ്ഞിട്ടും രോഗി അബോധാവസ്ഥയിൽ തന്നെ തുടരുകയാണെങ്കിൽ അത് മറ്റ് കാരണങ്ങൾ കൊണ്ടാകാം. തലച്ചോറിലെ രക്തസ്രാവം കൊണ്ടോ, രക്തത്തിലെ സോഡിയമോ ഗ്ലൂക്കോസോ കുറഞ്ഞതുകൊണ്ടോ ആകാം.
ഈ അവസ്ഥയിൽ രോഗിയെ റിക്കവറി പൊസിഷനിൽ കിടത്തുക. ഇങ്ങനെ കിടത്തുന്ന വഴി രോഗിയുടെ വായിലെ സ്രവങ്ങൾ ശ്വസനനാളിയിൽ പ്രവേശിക്കുന്നത് തടയാനായി സഹായിക്കുന്നു. ഇടത് കൈ നിവർത്തി വയ്ക്കുക. വലത് കൈ ഇടത് തോളിനോട് ചേർത്ത് വയ്ക്കുക. വലത് കാലുമുട്ട് മടക്കി വയ്ക്കുക. 2 വിരലുകൾ കൊണ്ട് രോഗിയുടെ തോളിലും കാലുമുട്ടിലും ചേർത്ത് ഒരു വശത്തേക്ക് ചരിച്ചു കിടത്താവുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എത്ര ഭാരമുള്ള വ്യക്തിയാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഒരു വശത്തേക്ക് തിരിച്ചു കിടത്താവുന്നതാണ്. ഇതാണ് റിക്കവറി പൊസിഷൻ. റോഡ് അപകടങ്ങളിൽ മാരകമായി പരിക്ക് പറ്റി എല്ലുകൾ തകർന്ന് വഴിയരികിൽ കിടക്കുന്ന നിരവധി ആളുകളെ, പ്രത്യേകിച്ച് യുവാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലുകൾ പൊട്ടുന്നതിനെ ഫ്രാക്ചർ എന്നാണ് പറയുക. ഫ്രാക്ചർ സ്റ്റെബിലൈസേഷൻ അഥവാ ഫ്രാക്ചർ സംഭവിച്ചാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായും 2 രീതിയിലുള്ള ഫ്രാക്ചേഴ്സ് ഉണ്ടാകുന്നു. ഒന്ന് സിമ്പിൾ ഫ്രാക്ചേഴ്സ് അഥവാ ക്ലോസ് ഫ്രാക്ചേഴ്സ്, അതായത് എല്ലിന് പൊട്ടലുണ്ടാവുന്നു എന്നാൽ പുറമേ മുറിവൊന്നും ഉണ്ടാകുന്നില്ല. 2 കോമ്പൗണ്ട് ഫ്രാക്ചേഴ്സ് അഥവാ ഓപ്പൺ ഫ്രാക്ചേഴ്സ്, എല്ലിന് പൊട്ടലുണ്ടാവുകയും പുറമേ മുറിവുണ്ടാവുകയും ചെയ്യുന്നു. ഫ്രാക്ചറിനുള്ള പ്രഥമ ശുശ്രൂഷയായി 2 രീതിയിലുള്ള സ്പ്ലിന്റ് അഥവാ വെച്ചുകെട്ടൽ ഉണ്ട്. ഒന്ന് റിജിഡ് സ്പ്ലിന്റ്. സാധാരണഗതിയിൽ കട്ടിയുള്ള തടിക്കഷ്ണമാണ് വെച്ചുകെട്ടാനായി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോർഡ്, ആഴ്ചപ്പതിപ്പ്, കട്ടിയായി മടക്കിയെടുത്ത ന്യൂസ് പേപ്പർ, അതുമല്ലെങ്കിൽ ചൂല്, കുട എന്നിവ ഫ്രാക്ചർ സപ്പോർട്ടായി ഉപയോഗിക്കാം. റിജിഡ് സ്പ്ലിന്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? ആദ്യമായി ഒടിവ് പറ്റിയ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കുക. ഒടിവ് പറ്റിയ എല്ലിന് മുകളിലത്തെയും താഴത്തെയും സന്ധികൾ ചേർത്ത് സ്പ്ലിന്റ് ചെയ്യുക. ഉദാഹരണത്തിന് കൈത്തണ്ടയിലാണ് ഒടിവെങ്കിൽ കൈമുട്ടും കണങ്കയും ചേർത്ത് സ്പ്ലിന്റ് ചെയ്യുക. ഒടിവുണ്ടായ ഭാഗത്ത് മുറിവുണ്ടെങ്കിൽ രക്തസ്രാവം നിയന്ത്രിച്ച് ഡ്രസ്സിംഗ് കൊടുത്തിട്ടാണ് സ്പ്ലിന്റ് അപ്ലൈ ചെയ്യേണ്ടത്. രണ്ടാമതായി ഫ്ലെക്സിബിൾ സ്പ്ലിന്റ്. തലയണ, ബെഡ്ഷീറ്റ് തുടങ്ങിയവ ഉപയോഗിക്കാം. സന്ധിയിലാണ് പൊട്ടൽ സംഭവിക്കുന്നതെങ്കിൽ സന്ധിക്ക് മുകളിലും താഴെയുമുള്ള എല്ലുകൾ ചേർത്ത് ചലനരഹിതമാക്കണം, അതായത് ഇമ്മൊബിലൈസ് ചെയ്യണം. അതിനാണ് ഫ്ലെക്സിബിൾ സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത്. സ്പ്ലിന്റ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും അവയവങ്ങളിലെ നാഡീഞരമ്പുകളുടെ പ്രവർത്തനശേഷി ചെക്ക് ചെയ്യണം. അതായത് പൾസ് ചെക്ക് ചെയ്യുക, വിരലുകളുടെ ചലനശേഷി നോക്കുക, സ്പർശനശേഷി ചെക്ക് ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. നാഡീഞരമ്പുകളുടെ പ്രവർത്തനശേഷി ചെക്ക് ചെയ്യുന്നത് എല്ലാത്തരം ഫ്രാക്ചേഴ്സിനും ബാധകമാണ്. സ്പ്ലിൻറ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ: വേദന സാരമായി കുറയുന്നു, നാഡീഞരമ്പുകൾക്ക് വരാവുന്ന പരുക്കൾ ഒഴിവാക്കാനായി സാധിക്കുന്നു, അമിതമായ രക്തസ്രാവം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നു. ഒടിവ് എങ്ങനെ തിരിച്ചറിയാം? പരുക്ക് പറ്റിയ സ്ഥാനത്ത് ശക്തിയായ വേദന അനുഭവപ്പെടുന്നു, നീര് കെട്ടുന്നു, ഒടിവ് പറ്റിയ ഭാഗം അനക്കാൻ ബുദ്ധിമുട്ടുന്നു. ഓരോ ഒടിവും വിശദമായി നോക്കാം. കോളർ ബോണിന് വരുന്ന ഒടിവ്, തോളെല്ലിന് വരുന്ന ഒടിവ്, മേൽക്കൈയിന് വരുന്ന ഒടിവ്, കൈമുട്ടിന് വരുന്ന ഒടിവ്. മേൽപ്പറഞ്ഞ ഏതവസ്ഥയാണെങ്കിലും പ്രഥമ ശുശ്രൂഷ ട്രയാങ്കുലർ ബാൻഡേജ് കൊടുക്കുക എന്നതാണ്. എങ്ങനെ ട്രയാങ്കുലർ ബാൻഡേജ് കൊടുക്കാം? രോഗിയോട് പരിക്കേറ്റ കൈയിനെ മറ്റേ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. ഒരു ത്രികോണ ബാൻഡേജ് ഉണ്ടാക്കിയെടുക്കുക. അതിനായി ഷോൾ, ടവൽ, തോർത്ത് തുടങ്ങിയവ ഉപയോഗിക്കാം. ത്രികോണ സ്ലിങ്ങിൻ്റെ ഒരറ്റം തോളിലിടുക. സ്ലിങ്ങിൻ്റെ മറ്റേ അറ്റം കഴുത്തിൻ്റെ മറുവശത്തൂടെ എടുത്ത് 2 അറ്റവും ബന്ധിപ്പിക്കുക. മറ്റൊരു തുണി കൊണ്ട് ഒരു ബ്രോഡ് ബാൻഡേജ് ഉണ്ടാക്കിയെടുക്കുക. അതുപയോഗിച്ച് പരിക്കേറ്റ കൈയിനെ നെഞ്ചോട് ചേർത്ത് കെട്ടുക. മേൽപ്പറഞ്ഞ രീതിയിലാണ് ട്രയാങ്കുലർ ബാൻഡേജ് കൊടുക്കേണ്ടത്. ഫോറാം ഫ്രാക്ചർ, അതായത് കൈത്തണ്ടയ്ക്ക് പറ്റുന്ന പരിക്ക്. ആദ്യമായി രോഗിയോട് പരിക്കേറ്റ കൈയിനെ പരിക്കേൽക്കാത്ത കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. കൈമുട്ടും കണങ്കയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സ്പ്ലിന്റ് അപ്ലൈ ചെയ്യുക. നീളമുള്ള തുണി കൊണ്ടോ ചരട് കൊണ്ടോ സ്പ്ലിന്റിന് മുകളിൽ കെട്ടുക. ഇടുപ്പെല്ലിന് പറ്റുന്ന ഒടിവ്. രോഗലക്ഷണങ്ങൾ: അപകടത്തിന് ശേഷം ഇടുപ്പെല്ലിന് ശക്തിയായ വേദന പറയുന്നു. ഇടുപ്പെല്ലിന് ഒടിവ് പറ്റിയ വശത്ത് കാലുയർത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇടുപ്പെല്ലിനുള്ളിലൂടെ പ്രധാനപ്പെട്ട പല രക്തധമനികളും കടന്നുപോകുന്നു. അതിനാൽ ഇടുപ്പെല്ലിന് പരിക്കേറ്റാൽ ഈ രക്തധമനികൾക്ക് പരിക്കേൽക്കുകയും അമിതമായ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും രോഗിക്ക് ജീവൻ നഷ്ടപ്പെടാൻ വരെ ഇടയുണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ അടിയന്തരമായ ഇടപെടൽ ആവശ്യമാണ്. ഇടുപ്പെല്ലിന് പരുക്ക് പറ്റിയാലുള്ള പ്രഥമ ശുശ്രൂഷ: ബെഡ്ഷീറ്റ് അപ്ലൈ ചെയ്യാം. രോഗിയെ നിരപ്പായ തറയിൽ കിടത്തിയ ശേഷം ഇടുപ്പെല്ലിന് അടിയിലൂടെ ബെഡ്ഷീറ്റ് വലിച്ചെടുക്കുകയും ബെഡ്ഷീറ്റ് ടൈറ്റായി ഇടുപ്പിൽ ചുറ്റിക്കെട്ടുകയും ചെയ്യാം.
ഇടുപ്പല്ല് തള്ളി നിൽക്കുന്ന മുഴച്ചു നിൽക്കുന്ന ഭാഗങ്ങളാണ് ചേർത്ത് കെട്ടേണ്ടത്. അപ്പോൾ രോഗിയുടെ വേദന കുറയുന്നു, ആന്തരിക രക്തസ്രാവം നിയന്ത്രണ വിധേയമാകുന്നു. ഫ്രാക്ചർ ലെഗ്, കാലിനുണ്ടാകുന്ന ഒടിവ്. കാൽമുട്ടും കണങ്കാലും കവർ ചെയ്യുന്ന രീതിയിൽ സ്പ്ലിന്റ് ചെയ്യുക. നീളമുള്ള ചരടോ തുണിയോ കൊണ്ട് സ്പ്ലിന്റിന് മുകളിലും താഴെയും കെട്ടുക. കൈകാൽ വിരലുകൾക്ക് ഒടിവുണ്ടായാൽ അടുത്ത വിരലിനെ ചേർത്ത് കെട്ടുക. ഇതിന് ബഡ്ഡി സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നു. ഓപ്പൺ ഫ്രാക്ചർ അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ. രണ്ടാമത്തെ തരം ഫ്രാക്ചർ ഓപ്പൺ ഫ്രാക്ചറാണ്. ഒടിവ് സംഭവിച്ച ഭാഗത്ത് മുറിവുണ്ടെങ്കിൽ അഥവാ എല്ല് മാംസത്തെ തുളച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുന്നു. തുണി കൊണ്ട് മുറിവ് വൃത്തിയാക്കുക. രക്തസ്രാവം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രഷർ കൊടുത്ത് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യണം. എന്നിട്ട് നീളമുള്ള തുണി കൊണ്ട് മുറിവിന് മുകളിൽ ചുറ്റിക്കെട്ടുക. മുറിവ് സന്ധിയിലാണെങ്കിൽ മുകളിലത്തെയും താഴത്തെയും എല്ലുകളെ സപ്പോർട്ട് ചെയ്ത് സ്പ്ലിന്റ് അപ്ലൈ ചെയ്യുക. മുറിവിൽ നിന്നും എല്ല് പൊട്ടി പുറത്തേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ എല്ലിനെ തിരികെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിക്കരുത്. തുണി കൊണ്ട് മുറിവിനെ കവർ ചെയ്ത് അതേ പൊസിഷനിൽ വച്ച് തന്നെ സ്പ്ലിന്റ് ചെയ്യുക. ഇങ്ങനെ കൃത്യമായ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിലൂടെ വേദന കുറയ്ക്കാനും അമിതമായ രക്തസ്രാവം നിയന്ത്രിക്കാനും നാഡീഞരമ്പുകൾക്ക് വരാവുന്ന പരുക്കൾ ഒഴിവാക്കാനും സാധിക്കുന്നു. സമൂഹം ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും പാമ്പുകടിയേറ്റുള്ള മരണം വളരെ കൂടുതലാണ്. സ്കൂൾ പരിസരം ശുചിത്വമില്ലാത്തതുകൊണ്ട് പാമ്പുകടിയേറ്റ് മരിച്ച ഒരു കൊച്ചു വിദ്യാർത്ഥിനി നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. പാമ്പുകടിയേറ്റാൽ എന്താണ് പ്രതിവിധി എന്നും പ്രാഥമിക ശുശ്രൂഷ എങ്ങനെ നൽകണമെന്നും നിശ്ചയമായും നമ്മൾ അറിഞ്ഞിരിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് 4 ഇനം വിഷപ്പാമ്പുകളാണ്. ആദ്യമായി പാമ്പുകടി എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. വീടിൻ്റെ പരിസരത്ത് അശ്രദ്ധയോടെ നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ മാലിന്യങ്ങൾ കഴിക്കാൻ എലി അഥവാ പെരിച്ചാഴി എത്തുന്നു. ഈ ജീവികളെ ഭക്ഷിക്കാനെത്തുന്ന പാമ്പുകൾ മനുഷ്യനെ കടിക്കുന്നു. ഭക്ഷണ മാലിന്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിച്ചാൽ പാമ്പുകടി ഒരു പരിധിവരെ ഒഴിവാക്കാം. 50% വെറ്റ് ബൈറ്റാണ്, വിഷം ഉള്ളതാണ്. 50% ഡ്രൈ ബൈറ്റാണ്, വിഷം ഇല്ലാത്തതാണ്. ഭക്ഷണത്തിന് വേണ്ടി പാമ്പ് ഇരയെ കടിക്കുന്നു. പിന്നീട് ഉടൻ തന്നെ ഈ പാമ്പ് മനുഷ്യനെ കടിക്കുകയാണെങ്കിൽ അത് ഡ്രൈ ബൈറ്റായി മാറുന്നു. 2 രീതിയിൽ വിഷമേൽക്കുന്നു. 1 നാഡീവ്യൂഹങ്ങളെ തളർത്തുന്ന വിഷബാധ, 2 രക്തം കട്ടപിടിക്കുന്നതിനെ തടയുന്ന വിഷബാധ. വിഷമുള്ള പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം? സാധാരണയായി കരയിൽ മൂർഖൻ, അണലി, ശംഖുവരയൻ, മുഴുമുക്കൻ കുഴിമണ്ഡലി തുടങ്ങിയ വിഷപ്പാമ്പുകളെ കാണാം. മൂർഖൻ പാമ്പ് പത്തി വിടർത്തി നിൽക്കുകയാണെങ്കിൽ അത് മൂർഖനാണെന്ന് തിരിച്ചറിയാം. പത്തിയുടെ പിൻവശത്തുള്ള അടയാളം മൂർഖനാണെന്ന് സ്ഥിരീകരിക്കുന്നു. അണലി കാഴ്ചയിൽ അണലിക്ക് ത്രികോണാകൃതിയിലുള്ള തലയാണുള്ളത്. അണലിയുടെ തൊലിപ്പുറത്ത് ചങ്ങലയുടെ സാദൃശ്യത്തിലുള്ള ഡിസൈൻ കാണാം. അണലിയുടെ പല്ലുകൾ നീണ്ടതും അകത്തേക്ക് വളഞ്ഞതും ആയിരിക്കും. ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ, തൊലിപ്പുറത്ത് ശംഖിൻ്റെ നിറത്തിലുള്ള വരകൾ, വെള്ളി നിറത്തിലുള്ള വരകൾ ഈ പാമ്പിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. മുഴമുക്കൻ കുഴിമണ്ഡലി, പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ പാമ്പിൻ്റെ തലയിൽ ഒരു മുഴ അഥവാ ഹംപ് കാണുന്നു. പാമ്പിനെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയണമെങ്കിൽ ചികിത്സയെ അത് സഹായിക്കും. ഒരിക്കലും കടിച്ച പാമ്പിനെ കൊന്ന് രോഗിയുടെ കൂടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പാമ്പുകടി ഏറ്റാലുള്ള പ്രഥമ ശുശ്രൂഷ: ആദ്യമായി രോഗിയെ സമാധാനപ്പെടുത്തുക. രോഗി ഭയപ്പെടുകയാണെങ്കിൽ ഹൃദയമിടിപ്പ് കൂടുകയും വിഷം വേഗം ശരീരത്തിൽ പടരുകയും ചെയ്യുന്നു. പാമ്പുകടിയേറ്റ വ്യക്തിയെ ഒരിക്കലും നടത്തിയോ കിടത്തിയോ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ വിഷം ശരീരത്തിൽ വേഗം പടരാൻ ഇടയുണ്ടാവും. കടിയേറ്റ ഭാഗം ഹൃദയനിരപ്പിനേക്കാളും താഴ്ത്തി വയ്ക്കുക. കടിച്ച ഭാഗത്ത് വാച്ചോ ആഭരണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഴിച്ചു മാറ്റുക. പാമ്പ് കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കി വിഷം വലിച്ചെടുക്കാനായി ശ്രമിക്കരുത്. അത് നിഷ്ഫലമാണെന്ന് മാത്രമല്ല, അമിതമായ രക്തസ്രാവം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പാമ്പ് കടിച്ച ഭാഗത്ത് പച്ചില മരുന്ന് വയ്ക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടിച്ച ഭാഗത്ത് റോളർ ബാൻഡേജോ തുണിയോ ചുറ്റിക്കെട്ടി സ്പ്ലിന്റ് ചെയ്യുക. പഠനങ്ങൾ പ്രകാരം ടോർണിക്കെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതായത് മുറിവിന് മുകളിൽ ഇറുക്കിക്കെട്ടി രക്തയോട്ടം പൂർണ്ണമായും നിന്നുപോകുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. രോഗിയെ വാഹനത്തിൽ കൊണ്ടുവരുമ്പോൾ ഇരുത്തി ട്രാൻസ്പോർട്ട് ചെയ്യുക. പാമ്പ് കടിയേറ്റ വ്യക്തിയെ ആൻറ്റി സ്നേക്ക് വെനം ലഭ്യമായ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം. സമയം വളരെ വിലപ്പെട്ടതാണ്. വിഷബാധ ഏതിനം പാമ്പിൽ നിന്നായാലും ചികിത്സ ഒരു മരുന്ന് തന്നെയാണ്: പോളിവാലന്റ് ASV.
കണക്കുകൾ പ്രകാരം ലോകത്തെമ്പാടും ഓരോ 2 മണിക്കൂറിലും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ഒരാൾ വീതം മരിച്ചു പോകുന്നുണ്ട്. മുലപ്പാൽ ശ്വാസനാളത്തിൽ കുടുങ്ങി കൊച്ചു കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഈ അടുത്ത് തൃശ്ശൂരിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ലേഡി ഡോക്ടർ ശ്വാസനാളത്തിൽ കുടുങ്ങി മരിച്ചുപോയ വിവരം നമുക്കറിയാം. ഇങ്ങനെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ചോക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിന് ചെയ്യേണ്ടത്, എന്താണ് പ്രതിവിധി എന്ന് നമുക്ക് നോക്കാം. എന്താണ് ചോക്കിംഗ്? തൊണ്ടയിൽ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത്? തൊണ്ടയ്ക്ക് താഴെ 2 കുഴലുകളാണുള്ളത്. ഒന്ന് വിൻ പൈപ്പ് അഥവാ ശ്വസനനാളം, 2 ഫുഡ് പൈപ്പ് അഥവാ അന്നനാളം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉച്ചത്തിൽ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യണമെങ്കിൽ അബദ്ധവശാൽ ശ്വസനനാളത്തിൽ ഭക്ഷണപദാർത്ഥം പ്രവേശിക്കുകയും ചോക്കിംഗ് സംഭവിക്കുകയും ചെയ്യുന്നു. ഭക്ഷണപദാർത്ഥം തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ ശരീരം 2 രീതിയിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുക. ഒന്ന് മൈൽഡ് എയർവേ ഒബ്സ്ട്രക്ഷൻ, 2 സിവിയർ എയർവേ ഒബ്സ്ട്രക്ഷൻ. മൈൽഡ് എയർവേ ഒബ്സ്ട്രക്ഷൻ: ഭക്ഷണപദാർത്ഥം തൊണ്ടയിൽ കുടുങ്ങി ശ്വസനനാളം ഭാഗികമായി അടഞ്ഞു പോകുന്നു. എന്താണ് ഇതിൻ്റെ ലക്ഷണം? രോഗിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല, എന്നാൽ ചുമയ്ക്കാൻ സാധിക്കുന്നു. എന്താണ് ചികിത്സ? രോഗിയുടെ ശക്തിയായി ചുമയ്ക്കാൻ പറയുക. ഈ ചുമയ്ക്കലിന് വളരെയധികം എഫക്റ്റാണുള്ളത്. ഇങ്ങനെ ചുമയ്ക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയ ഭക്ഷണ പദാർത്ഥം പുറത്തേക്ക് തെറിക്കാനായി സഹായിക്കുന്നു. ചുമയ്ക്ക് അടിവയറ്റിൽ ബലം കൊടുത്ത് ശക്തിയായി, ഇനി ശക്തിയായി ചുമയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രോഗിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങിയ ഭക്ഷണ പദാർത്ഥം പുറത്തു പോവുകയും രോഗിയുടെ അവസ്ഥ മെച്ചപ്പെടുകയും ചെയ്തേക്കാം. ഇനി സിവിയർ എയർവേ ഒബ്സ്ട്രക്ഷൻ. സിവിയർ എയർവേ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ ശ്വസനനാളിയിൽ ഭക്ഷണ പദാർത്ഥം പൂർണ്ണമായി അടവ് വരുത്തുകയും രോഗിയുടെ അവസ്ഥ കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു. സിവിയർ എയർവേ ഒബ്സ്ട്രക്ഷൻ എങ്ങനെ മനസ്സിലാക്കാം? യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ. രോഗി 2 കൈയും കൊണ്ട് തൊണ്ടയിൽ പിടിച്ച് വെപ്രാളപ്പെടുന്നു. ഈ അവസ്ഥയിൽ രോഗിക്ക് സംസാരിക്കാനോ ചുമയ്ക്കാനോ കഴിയില്ല. ഇതിന് എന്താണ് ചികിത്സ? ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് രോഗിയോട് ചോദിക്കുക. അതെ എന്ന തലയാട്ടി ഉത്തരം കാണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഹെംലിക് മെനോർ ആരംഭിക്കുക. എങ്ങനെയാണ് ഹെംലിക് മെനോർ കൊടുക്കുക? പരിഭ്രാന്തയാകേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് രോഗിയുടെ പിന്നിൽ നിലയുറപ്പിക്കുക. രോഗിയുടെ ഇടുപ്പിന് ചുറ്റും കൈകൾ ചുറ്റുക. ഒരു കൈ കൊണ്ട് മുഷ്ടി ചുരുട്ടുക. ഒരു കാൽ മുന്നോട്ട് നീട്ടി രോഗിയുടെ 2 കാലുകൾക്കിടയിൽ വരുന്ന പോലെ വയ്ക്കണം. അഥവാ രോഗിക്ക് ബോധം നഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് കൊടുത്ത് രോഗിയെ നിലത്ത് കിടത്താൻ വേണ്ടിയാണ് ഒരു കാൽ രോഗിയുടെ 2 കാലുകൾക്കിടയിൽ വയ്ക്കുന്നത്. രോഗിയുടെ വയറിൽ പൊക്കിൾ കുഴിക്ക് മുകളിലായി ബ്രസ്റ്റ് ബോണിന് താഴെയായി ചുരുട്ടിയ മുഷ്ടി വയ്ക്കുക. മറ്റേ കൈ കൊണ്ട് ചുരുട്ടിയ മുഷ്ടി രോഗിയുടെ വയറിൽ ശക്തിയായി അമർത്തുക. ഇംഗ്ലീഷ് ലെറ്റർ ജെയുടെ ആകൃതിയിൽ ത്രസ്റ്റ് കൊടുക്കുക. അതായത് അകത്തേക്ക് പ്രസ് ചെയ്ത് മുകളിലേക്ക് ശക്തിയെ തള്ളുക. ശ്വസനനാളിയിൽ കുടുങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം പുറത്തു പോകുന്നവരെയോ അല്ലെങ്കിൽ രോഗിയുടെ ബോധം നഷ്ടപ്പെടുന്നവരെയോ രോഗിയുടെ വയറിൽ ശക്തിയായി അമർത്തേണ്ടതാണ്. രോഗിക്ക് ബോധം നഷ്ടപ്പെടുകയാണെങ്കിൽ നിരപ്പായ പ്രതലത്തിൽ കിടത്തി CPR ആരംഭിക്കേണ്ടതാണ്. ഇവിടെ പൾസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ തവണയും ശ്വാസോച്ഛ്വാസം കൊടുക്കാനായി വായ് തുറക്കുമ്പോഴും വായ്ക്കുള്ളിൽ തടസ്സമുണ്ടാക്കുന്ന വസ്തു കാണുന്നുണ്ടോ നോക്കുക. കാണുകയാണെങ്കിൽ മാത്രം 2 വിരൽ കൊണ്ട് എടുത്ത് മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ CPR തുടരുക. രോഗി ഗർഭിണിയോ അല്ലെങ്കിൽ കുടവേറുള്ള വ്യക്തിയോ ആണെങ്കിൽ വയറിൽ അമർത്തുന്ന പകരം നെഞ്ചിലമർത്തുക. ഭക്ഷണ പദാർത്ഥം തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും? കട്ടിയുള്ള ഒരു പ്രതലം കണ്ടുപിടിക്കുക. മേശയുടെ വക്കോ കസേരയോ ആകാം. മേശയുടെയോ കസേരയുടെയോ വക്കിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് ശക്തിയായി വയറിനെ ഉള്ളിലേക്ക് തള്ളുക. ഭക്ഷണ പദാർത്ഥം പുറത്തു പോകുന്നവരെ ഈ പ്രക്രിയ തുടരുക. 1 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണ് ചോക്ക് ചെയ്യുന്നതെങ്കിൽ കുട്ടിയുടെ പുറകിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഹെംലിക് മെനോർ കൊടുക്കാവുന്നതാണ്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ചോക്ക് ചെയ്താൽ എങ്ങനെ മനസ്സിലാക്കാം? മുഖം ചുവന്നു വരും, കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരും, കൈകാലുകൾ നിലത്തിട്ടടിക്കും, 2 കൈയും കൊണ്ട് കഴുത്തിൽ പിടിക്കും. ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചോക്കിംഗ് ആണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഹെംലിക് മെനോർ കൊടുക്കുക. ആദ്യമായി കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുക. കുഞ്ഞിനെ കൈത്തണ്ടയിൽ കമിഴ്ത്തി കിടത്തുക. 2 വിരലുകൾ കൊണ്ട് താടിയും മുഖവും സപ്പോർട്ട് ചെയ്യുക. തല ഉടലിനേക്കാളും താഴ്ന്നു തന്നെ ഇരിക്കണം.
കൈയിൻ്റെ മടമ്പ് കൊണ്ട് കുഞ്ഞിൻ്റെ ഷോൾഡർ ബ്ലേഡിൻ്റെ നടുവിൽ 5 തവണ ശക്തിയായി ബാക്ക് സ്ലാപ്പ് ചെയ്യുക. 5 തവണ ബാക്ക് സ്ലാപ്പ് കൊടുത്തതിന് ശേഷം മറ്റേ കൈ കൊണ്ട് കുഞ്ഞിൻ്റെ മുതുകിനെ സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞിനെ മലർത്തി കിടത്തുക. തല ഉടലിനേക്കാളും താഴ്ന്നിരിക്കണം. എന്നിട്ട് നെഞ്ചിൻകൂടിൻ്റെ മധ്യത്തിൽ 5 തവണ ചെസ്റ്റ് ത്രസ്റ്റ് നൽകുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയ ഭക്ഷണ പദാർത്ഥം പുറത്തു പോവുകയും കുട്ടിയുടെ നില മെച്ചപ്പെടുകയും ചെയ്തേക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടേക്കാം. കുട്ടിയുടെ ബോധം നഷ്ടപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ കട്ടിയുള്ള പ്രതലത്തിൽ കിടത്തുകയും CPR ആരംഭിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ പൾസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ തവണയും ശ്വാസോച്ഛ്വാസം കൊടുക്കാനായി വായി തുറക്കുമ്പോഴും തൊണ്ടയിൽ കുടുങ്ങിയ വസ്തു കാണുന്നുണ്ടോ നോക്കുക. കാണുകയാണെങ്കിൽ മാത്രം ഒരു വിരൽ കൊണ്ട് എടുത്തു മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ CPR തുടരുക. സാധാരണയായി ഒരു വ്യക്തിക്ക് പരിക്കേറ്റ് രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ നിയന്ത്രണ വിധേയമാക്കണമെന്ന് നമുക്ക് പലർക്കും അറിയാം. എന്നാൽ പ്രധാനപ്പെട്ട ഒരു രക്തധമനിക്ക് പരിക്കേൽക്കുകയും മരണകാരണമാവാവുന്ന രക്തസ്രാവം സംഭവിക്കുകയാണെങ്കിൽ അത് എങ്ങനെ നിയന്ത്രണ വിധേയമാക്കണമെന്ന് പൊതുവിൽ നമുക്ക് പലർക്കും അറിയില്ല. റോഡ് അപകടങ്ങളിൽ 1.5 ലക്ഷം പേരാണ് പ്രതിവർഷം ഭാരതത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ചോര വാർന്നുള്ള മരണമാണ് പ്രധാനമായും സംഭവിക്കുന്നത്. അമിത രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു ശതമാനം മരണങ്ങൾ ഒഴിവാക്കാനാവും. ഇതിന് എന്ത് ചെയ്യാനാവും എന്ന് നോക്കാം. റോഡ് അപകടങ്ങൾ, ശാരീരിക ആക്രമണങ്ങൾ, ജോലിസ്ഥലത്തുണ്ടാകുന്ന പരിക്കുകൾ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മാരകമായ രക്തസ്രാവം ഉണ്ടാകുന്നു. ലൈഫ് ത്രെറ്റനിങ് ഹെമറേജ് അഥവാ ജീവന് ആപത്തുണ്ടാക്കാവുന്ന രക്തസ്രാവം സംഭവിക്കുകയാണെങ്കിൽ ഉടൻ നിയന്ത്രിച്ചില്ലെങ്കിൽ 3 മുതൽ 5 മിനിറ്റുകൾക്കുള്ളിൽ രോഗിയുടെ അവസ്ഥ വഷളാകാനും മരണം വരെ സംഭവിക്കാനും ഇടയുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിൽ എമർജൻസി മെഡിക്കൽ സർവീസ് അഥവാ ആംബുലൻസിന്റെ സേവനം ലഭ്യമാകാൻ ശരാശരി 20 മിനിറ്റോളം എടുക്കുന്നു. അതിനാൽ അമിതമായ രക്തസ്രാവം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അപകട സ്ഥലത്തുണ്ടാകുന്ന ഓരോ ബൈസ്റ്റാൻഡറും അറിഞ്ഞിരിക്കണം. 3 കാര്യങ്ങൾ പ്രധാനമായും അറിഞ്ഞിരിക്കണം. A, B ആൻഡ് C. A. അലേർട്ട്, അതായത് സഹായത്തിനായി ആംബുലൻസിനെ വിളിക്കുക, രോഗിയെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കിടത്തുക. B. ബ്ലീഡിംഗ്, രക്തസ്രാവം കൃത്യമായി എവിടെ നിന്നാണെന്ന്, ഏത് സ്പോട്ടിൽ നിന്നാണെന്ന്, ഏത് പോയിന്റിൽ നിന്നാണെന്ന് തിരിച്ചറിയുക. C. കംപ്രഷൻ, ഏത് തരം ബ്ലീഡിംഗ് ആണെങ്കിലും ആദ്യമായി കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷ കംപ്രഷൻ തന്നെയാണ്, അതായത് ഡയറക്റ്റ് ഹാൻഡ് കംപ്രഷൻ. ആദ്യമായി ജീവഹാനി വരുത്തുന്ന രക്തസ്രാവമാണോ എന്നെങ്ങനെ തിരിച്ചറിയാം. അപകടത്തിൽപ്പെട്ട രോഗിയുടെ അരികിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നു. മുറിവിലൂടെ പൈപ്പ് തുറന്നുവിട്ട പോലെ രക്തം ചീറ്റുന്നു. രോഗിയുടെ വസ്ത്രം രക്തത്തിൽ കുതിർന്നിരിക്കുന്നു. കൈയിനോ കാലിനോ അംഗവിച്ഛേദം ഉണ്ടാകുന്നു. അമിതമായ രക്തസ്രാവം സംഭവിച്ച് രോഗിയുടെ ബോധനില ക്രമേണ മോശമാകുന്നു. ഈ അവസ്ഥകളെല്ലാം ജീവന് ആപത്തുണ്ടാക്കുന്ന രക്തസ്രാവമാണെന്ന് തിരിച്ചറിയുക. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ജീവന് ആപത്തുണ്ടാക്കാവുന്ന രക്തസ്രാവം ഉണ്ടാകാം. കൈ കാലുകൾക്ക് പരിക്ക് പറ്റി ഉണ്ടാകുന്ന രക്തസ്രാവം ജംഗ്ഷണൽ ഏരിയാസ്, അതായത് കഴുത്ത്, കക്ഷം, തുടയെടുക്ക് എന്നിവിടങ്ങളിലെ പരിക്ക് മൂലം ഉണ്ടാകുന്ന രക്തസ്രാവം, നെഞ്ചിൻകൂടിലെ പരിക്ക് മൂലം ഉണ്ടാകുന്ന രക്തസ്രാവം. കൈകാലുകളിൽ ജീവന് ഭീഷണിയാകുന്ന മുറിവുണ്ടാവുകയാണെങ്കിൽ എങ്ങനെ പ്രഥമ ശുശ്രൂഷ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഡയറക്റ്റ് ഹാൻഡ് പ്രഷർ കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ രക്തധമനികളിൽ ക്ലോട്ട് ഉണ്ടാവുകയും ഉടൻ രക്തസ്രാവം നിയന്ത്രണ വിധേയമാവുകയും ചെയ്തേക്കാം. എങ്ങനെയാണ് ഡയറക്റ്റ് ഹാൻഡ് പ്രഷർ കൊടുക്കേണ്ടത്? മുറിവിലെ ഒരു പോയിന്റിൽ നിന്നുമായിരിക്കും രക്തസ്രാവം ഉണ്ടാവുക. ആ സ്പോട്ട് കണ്ടുപിടിച്ച്, ആ പോയിന്റ് കണ്ടുപിടിച്ച് അവിടെ അമർത്തിപ്പിടിച്ച് ചുറ്റിക്കെട്ടുക. അമർത്തിപ്പിടിച്ചിരിക്കുന്ന തുണി ചോര കൊണ്ട് കുതിരുമ്പോൾ ഒരു കാരണവശാലും മാറ്റരുത്. മറ്റൊരു തുണി അതിന് മുകളിലായി വെച്ച് വീണ്ടും ചുറ്റിക്കെട്ടുക. രക്തസ്രാവം നിയന്ത്രണ വിധേയമാകുന്നവരെ ഈ പ്രക്രിയ തുടരുക. രക്തസ്രാവം നിലച്ചോ എന്ന് പരിശോധിക്കാനായി മുറിവിന് മുകളിൽ വെച്ചിരിക്കുന്ന തുണി ഒരു കാരണവശാലും എടുത്തു മാറ്റി നോക്കരുത്. അങ്ങനെ ചെയ്താൽ മുറിവിലുണ്ടാകുന്ന ക്ലോട്ട് മാറാനും വീണ്ടും രക്തസ്രാവം വർദ്ധിക്കാനും ഇടയാകുന്നു. ഡയറക്റ്റ് ഹാൻഡ് പ്രഷർ കൊടുത്തിട്ടും രക്തസ്രാവം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ ടോർണിക്ക അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് ടോർണിക്ക അപ്ലൈ ചെയ്യുക? നീളമുള്ള തുണിയോ ചരടോ കൊണ്ട് മുറിവിന് 5 സെന്റിമീറ്റർ മുകളിലായി കെട്ടുക.
പേനയോ ചെറിയ തടിക്കഷ്ണമോ ചരടുമായി ബന്ധിപ്പിക്കുക. രക്തസ്രാവം നിയന്ത്രണ വിധേയമാകും വരെ ടൈറ്റ് ചെയ്യുക. ഒരു ടോർണിക്കെ കെട്ടിയിട്ടും രക്തസ്രാവം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ രണ്ടാമതൊരു ടോർണിക്കെ അല്പം മുകളിലേക്ക് കെട്ടുക. വസ്ത്രത്തിന് മുകളിലായി ടോർണിക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആശുപത്രിയിൽ എത്തുന്നതുവരെ ഇത് നിലനിർത്തുക. ടോർണിക്കെ കെട്ടുന്നതിനെ പറ്റി ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ടോർണിക്കെ അധിക നേരം കെട്ടിയിരുന്നാൽ താഴേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയും കയ്യോ കാലോ മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്തേക്കാം. എന്നാൽ ആംബുലൻസ് വരാൻ വൈകുന്നു, ഹോസ്പിറ്റൽ ദൂരെയാണ്, മെഡിക്കൽ അറ്റൻഷൻ കിട്ടാൻ വൈകി രോഗിയുടെ ജീവൻ നഷ്ടപ്പെടാനാണ് സാധ്യതയെങ്കിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കലാണ് പ്രധാനം. ആ സാഹചര്യത്തിൽ ടോർണിക്കെ അപ്ലൈ ചെയ്യുക തന്നെ വേണം. ഇവിടെയാണ് ലിംബ് ഓർ ലൈഫ് എന്ന ആശയത്തിൻ്റെ പ്രസക്തി. അവയവം വേണോ ജീവൻ വേണോ എന്ന് തീരുമാനിക്കേണ്ടതിൻ്റെ പ്രസക്തി. ടോർണിക്കെ കെട്ടിയത് കാരണം കയ്യോ കാലോ അംഗവിച്ഛേദനം നടത്തേണ്ടി വന്നാലും രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിനാകണം മുൻഗണന. മുറിവ് ജംഗ്ഷണൽ ഏരിയസിലാണെങ്കിൽ, അതായത് കക്ഷം, കഴുത്ത്, തുടയെടുക്ക് എന്നിവിടങ്ങളിൽ നിന്നാണെങ്കിൽ രക്തസ്രാവം എങ്ങനെ നിയന്ത്രിക്കാം? ആദ്യമായി ഡയറക്റ്റ് ഹാൻഡ് പ്രഷർ കൊടുത്തു നോക്കാം. രക്തസ്രാവം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ മുറിവിനെ പാക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് കക്ഷത്തിൽ നിന്നാണ് രക്തസ്രാവമെങ്കിൽ മുറിവ് പാക്ക് ചെയ്തതിന് ശേഷം തുണി തോളോട് ചേർത്ത് കെട്ടുകയാണ് വേണ്ടത്. എങ്ങനെയാണ് മുറിവ് പാക്ക് ചെയ്യുക? ആദ്യമായി മുറിവ് തുറന്ന് പരിശോധിക്കുക. ഒരു തുണി കൊണ്ട് മുറിവ് വൃത്തിയാക്കുക. അപ്പോൾ രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ പോയിന്റിൽ തുണി അമർത്തി പിടിക്കുക. തുടർന്ന് തുണി കൊണ്ട് പാക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്തതിനു ശേഷം തുണി കൊണ്ട് ചുറ്റിക്കെട്ടുക. പ്രധാനപ്പെട്ട പല രക്തധമനികളും കടന്നു പോകുന്ന ഏരിയ ആയതുകൊണ്ട് ജംഗ്ഷണൽ ഏരിയാസിൽ വരുന്ന രക്തസ്രാവം എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയം ആക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയും രോഗിയുടെ നില ഗുരുതരമാവുകയും ചെയ്യുന്നു. കൈകാലുകളിൽ ചെയ്യുന്നത് പോലെ ടോർണിക്കെ ജംഗ്ഷണൽ ഏരിയാസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. രക്തസ്രാവം തുടയിടുക്കിൽ നിന്നാണെങ്കിൽ ഇങ്ങനെയാണ് തുണി പാക്ക് ചെയ്തതിന് ശേഷം ചുറ്റിക്കെട്ടേണ്ടത്. ഇനി മുറിവ് നെഞ്ചിൻകൂടിന് പുറത്താണെങ്കിൽ പ്രഥമ ശുശ്രൂഷ എങ്ങനെ കൊടുക്കാം? ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ വായിലൂടെയോ മൂക്കിലൂടെയോ മാത്രമേ വായു ശ്വാസകോശത്തിൽ കടക്കാവൂ. മറിച്ച് നെഞ്ചിൻകൂടിന് മുകളിൽ മുറിവുണ്ടാവുകയും അതിലൂടെ വായു പ്രവേശിക്കുകയും ചെയ്താൽ ലങ് കൊളാപ്സ് ആവുകയും മരണം വരെ സംഭവിക്കാൻ ഇടയാവുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മുറിവിനെ മൂടുക. മുറിവിൻ്റെ 3 വശങ്ങളും വീതിയുള്ള സെല്ലോ ടേപ്പ് കൊണ്ടോ പ്ലാസ്റ്റർ കൊണ്ടോ ഒട്ടിക്കുക. താഴത്തെ വശം തുറന്നു വയ്ക്കുക. ഇതിന് 3-വേ ഒക്ലൂസീവ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നു. ഇനി നമുക്ക് മാരകമായ രക്തസ്രാവം കൊണ്ടുള്ള ഷോക്ക് എന്താണെന്ന് നോക്കാം. പ്രഥമ ശുശ്രൂഷ എത്ര നൽകിയിട്ടും രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ ആന്തരിക രക്തസ്രാവം സംഭവിക്കുകയും ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോവുകയും ആന്തരിക അവയവങ്ങൾക്ക് രക്തസംക്രമണം കുറയുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഷോക്ക് എന്ന് പറയുന്നത്. രോഗി ഷോക്കിലാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? ശരീരത്തിൽ വിളർച്ച കാണുന്നു, അല്ലെങ്കിൽ വിരലുകളും ചുണ്ടുകളും നീല നിറത്തിലാകുന്നു, രോഗിയുടെ ശരീരം തണുത്തിരിക്കുന്നു, രോഗി അമിതമായി ദാഹം പ്രകടിപ്പിക്കുന്നു, രോഗിയുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലാകുന്നു, രോഗിക്ക് ഓക്കാനോ ഛർദിയും ഉണ്ടാകുന്നു, അത്രയും നേരം സാധാരണഗതിയിലായിരുന്ന രോഗിയുടെ ബോധനില കുറയുന്നു, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു, രോഗി മയക്കത്തിലേക്ക് പോവുകയോ ബോധം നഷ്ടപ്പെടുകയോ ചെയ്യുന്നു. ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രോഗി ഷോക്കിലാണെന്ന് തിരിച്ചറിയാം. ഈ അവസ്ഥയിൽ ശരീരോഷ്മാവ് കുറഞ്ഞു പോവുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം താളം തെറ്റുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് പ്രഥമ ശുശ്രൂഷ നൽകാം? രോഗിയെ ഒരു ബ്ലാങ്കറ്റ് കൊണ്ടോ കട്ടിയുള്ള ബെഡ്ഷീറ്റ് കൊണ്ടോ പുതപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി രോഗിയുടെ അവസ്ഥ കൂടുതൽ മോശമാകുന്നതിൽ നിന്നും രക്ഷിക്കാം. ജീവന് അപകടമുണ്ടാകുന്ന രക്തസ്രാവത്തെ നിയന്ത്രിക്കാൻ ടോർണിക്കെ, പാക്കിംഗ് തുടങ്ങി മേൽ വിവരിച്ച എല്ലാ പ്രാഥമിക ശുശ്രൂഷകളും നൽകാനുതകുന്ന ട്രോമ കിറ്റ് പൊതു സ്ഥാപനങ്ങളിൽ, പൊതു ഇടങ്ങളിൽ തയ്യാറാക്കി വെക്കേണ്ടതാകുന്നു. Shall we learn these basic lessons in emergency health care, especially when our health is under threat? Come flying as angels, save precious lives.